നമ്മൾ പ്രത്യയശാസ്ത്രപരമായ അത്തരം പരിശോധനകളിലേക്ക് പോകുമ്പോൾ സാധാരണ റബലുകൾക്ക് നിൽക്കാൻ ഇടമുണ്ടാവാറില്ല. വഴിയാധാരമാവും. അവർ വഴിയാധാരമാണ്. കാരണം അവർ അധികാരത്തിന് പുറത്ത് മാത്രം നിന്നുകൊണ്ട് നമുക്ക് അധികാരത്തിനോട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അധികാരത്തിനകത്തിരുന്നുകൊണ്ട് യുദ്ധം ചെയ്താൽ ജേക്കബ് തോമസിന് സംഭവിച്ച പോലെ അധികാരത്തിന് പുറത്തൊക്കെ ഇറങ്ങി പോകേണ്ടി വരും. അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. അതിനൊരു വിട്ടുവീഴ്ചയും ഒരു കാലത്തും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ ഈ രണ്ട് വിഷയവും ഇദ്ദേഹം നേരിടാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഒന്ന്, നമുക്കറിയാം, ഇപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഒരു പാർട്ടി എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ BJPക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ BJP കേരളത്തിൻ്റെ അധികാര ഘടനയുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും അധികാരത്തിനോട് യുദ്ധം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അത് അവർക്ക് കുറേ കൂടി കരുത്ത് നൽകുന്നൊരു ഘടകമാണ് ശരിക്കും. അതാണ് LDFന് UDFനെതിരായിട്ട് അവർക്ക് സംസാരിക്കാനായിട്ട് കഴിയും. പക്ഷേ അത് അവസരം കിട്ടാത്തതുകൊണ്ടല്ലേ സാർ? അല്ല, അതെ, അതിലേക്കാണ് വരുന്നത്. അതെ. പക്ഷേ കേന്ദ്രത്തിൽ അവരുടെ ഒരു അധികാരമുണ്ട്, അധികാരഘടനയും സംവിധാനമുണ്ട്. അത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദ്യം ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നതുമല്ല. കാരണം അവിടെ നമ്മുടെ കാലുറപ്പിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. ജേക്കബ് തോമസിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്. അപ്പോൾ ആത്യന്തികമായി ഇത് അധികാരത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഉപദ്രവിച്ച ഒരു അധികാര സംവിധാനത്തിനോട് അദ്ദേഹം ഒരു പ്രതികാരം പോലെ അതെ മഹേഷിൻ്റെ പ്രതികാരം പോലെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികാര അഗ്നി യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് പൊതുവായ റബൽ ക്യാരക്ടർ നിലനിർത്തി ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോകാറുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.